ക്യാഷ് ഇടപാട് മാത്രം നടത്തിയാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ? ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ഞാൻ എല്ലാ ഇടപാടുകളും ക്യാഷ് കൊടുക്കുക ക്യാഷ് വാങ്ങുക എന്നുള്ളതിന്റെ അപ്പുറത്ത് വേറൊന്നും ചെയ്യാറില്ല, ബാങ്ക് ഇടപാട് പറ്റേ ഒഴിവാക്കിയിട്ടാണ് നടത്തി പോകുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് വന്നൊരു കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അയാളെ ഇടപാടുകൾ മുഴുവനും ഓൾമോസ്റ്റ് എല്ലാം ക്യാഷിലാണ് നടക്കാറുള്ളത്, ബാങ്ക് ഇടപാട് വളരെ അപൂർവമായിട്ട് നടത്താറുള്ളൂ. പക്ഷെ അയാൾക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചു, ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് കുറച്ചധികം പണം കിട്ടിയാൽ ഒന്നുമില്ല ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, കാറ് വാങ്ങിക്കും, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ ചെയ്യുക. അയാളൊരു സ്ഥലം വാങ്ങിച്ചു, അതേപോലെ തന്നെ ആ സാമ്പത്തിക വർഷം തന്നെ അയാളൊരു പ്രീമിയം കാർ, അത്യാവശ്യം വിലയുള്ള ഒരു കാറ് വാങ്ങിച്ചു. അപ്പോൾ ഇത് രണ്ടും ഇടപാട് നടന്നതിന്റെ ഭാഗമായിട്ട് അയാളുടെ പാൻ നമ്പറുമായി കണക്ട് ചെയ്തിട്ട് ഇൻകം ടാക്സിൽ SFT എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതിനകത്തേക്ക് റിഫ്ലക്ട് ചെയ്തു. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് പറഞ്ഞ് റിഫ്ലക്ട് ചെയ്തു. അപ്പോൾ ഇയാൾ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു, നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള വരുമാനം എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചിട്ട്. അപ്പോൾ അതിന്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തു, കുറച്ച് പൈസ ടാക്സ് ഒക്കെ അടച്ച് തൽക്കാലം അദ്ദേഹം സേഫായി. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഇടപാട് നടത്തുന്നില്ല, വെറും ക്യാഷ് ഇടപാട് മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലിവിങ് സ്റ്റൈല് കൂടി നമ്മൾ കണക്കിലെടുക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലാൻഡ്, ബിൽഡിങ്ങുകൾ, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഇതിൻ്റെയൊക്കെ ഡാറ്റ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ടൂൾസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതേപോലെയുള്ള നോട്ടീസുകളൊക്കെ വരാം. അതുകൊണ്ട് അതിബുദ്ധി കാണിക്കുമ്പം ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും അടിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇടപാട് നടത്തുന്ന എല്ലാ ആൾക്കാരും ഇൻകം ടാക്സുകാരും GSTക്കാരും വന്ന് പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നോക്കിയും കണ്ടൊക്കെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നോട്ടീസും കാര്യങ്ങളൊക്കെ വരാം.